എക്സാലോജി കള്ളപ്പണ ഇടപാടിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ 24 മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും തുടരുന്നത്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ, IT മാനേജർ NC ചന്ദ്രശേഖർ, IT ഓഫീസർ അഞ്ജു എന്നിവരാണ് ചോദ്യം ചെയ്യലിന് ഇന്നലെ ഹാജരായത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി. ശ്യാം, 24 മണിക്കൂറിലേക്ക് ചോദ്യം ചെയ്യലെത്തുന്നത് എന്തുകൊണ്ടാണ്? ED ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നൽകുന്നുണ്ടോ? എന്താണ് അടുത്ത നീക്കം എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത് തന്നെ വലിയ ഒരു നടപടിയിലേക്ക് ഇടി കടക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് നൽകുന്നത്. പ്രധാനമായിട്ടും ഈ CMRLൻ്റെ MD-യോട് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഹാജരായിട്ടില്ല. ഇന്നും അദ്ദേഹത്തിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇമെയിൽ മുഖാന്തരം ED കത്ത് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ പ്രധാനമായിട്ടും ഈ 3 ജീവനക്കാരെ, അതായത് CMRLൻ്റെ പ്രധാനപ്പെട്ട 3 ജീവനക്കാരെയാണ് ഈ 23 മണിക്കൂറിലധികം നേരമായിട്ട് ഈ ED ഓഫീസിൽ ഇവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇവരിൽ നിന്ന് പ്രധാനമായിട്ടും അറിയേണ്ടത് ഈ എക്സാലോജിക് എന്ന കമ്പനി, മുഖ്യമന്ത്രിയുടെ മകളുടെ ഈ കമ്പനിക്ക് ഏത് ഘട്ടത്തിലാണ് പണം നൽകിയത്, ഈ പണം നൽകിയത് എന്ത് സേവനത്തിന്, ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു കൃത്യത ഉറപ്പാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് IT ജീവനക്കാരിയെ വിളിച്ചു വരുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ചെയ്യാത്ത സേവനത്തിനാണ് എങ്കിൽ പോലും CMRL പറയുന്നത് ഇവിടുത്തെ IT ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അത്തരത്തിൽ എന്ത് IT ഡെവലപ്മെൻറ്റാണ് ഈ CMRL നടത്തിയിട്ടുള്ളത് എന്നതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അറിയുക. ഒരുപക്ഷെ ഇനി CMRL MD ഒരുപക്ഷെ ഇന്ന് എത്തിയേക്കാനും സാധ്യതയുണ്ട്. അതിനുശേഷം ഈ എക്സാലോജിക്കിൻ്റെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ, കാര്യങ്ങൾ അറിയേണ്ടത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ED നോട്ടീസ് അയക്കാനും സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മണിക്കൂറുകൾ പിന്നിട്ട ഈ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ EDയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രശാന്ത് കുമാർ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഈ കരുവന്നൂർ കേസും അതോടൊപ്പം തന്നെ ഈ എക്സാലോജി കേസും സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള രീതിയിലുള്ള അതിൻ്റെ വിലയിരുത്തലുകളും ഒരുപക്ഷെ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കൂടിയായിരിക്കാം ഇന്നലെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ 24 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി മകൾ ഉടമയായ കമ്പനി എക്സാലോജിക്കുമായുള്ള പണമിടപാടിലാണ് ഈ വിശദമായ അന്വേഷണത്തിലേക്ക് ED കടന്നത്. നേരത്തെ മുഖ്യമന്ത്രി മകൾക്ക് എതിരെ സേവനം നൽകിയില്ല എന്ന് കാണിച്ചുകൊണ്ട് മൊഴി നൽകിയ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നതും വളരെ പ്രധാനമാണ്. ശ്യാം പ്രസാദ് ഉത്തമനാണ് ആ വിവരങ്ങൾ നൽകിയത്.